സ്വാഗതം ലീഡറിലേക്ക്. എണ്ണം പറഞ്ഞ് കണക്ക് തീർക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാത്തവരെ പിണറായിക്കും സർക്കാരിനും ഇഷ്ടമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളതിൻ്റെ പേരിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് സസ്പെൻഡ് ചെയ്ത IAS ഉദ്യോഗസ്ഥരായിരുന്നു ഡോക്ടർ ബി അശോകും എൻ പ്രശാന്തും. അവരെ ഇന്നലെ തിരിച്ചെടുത്തു എന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. അത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ മറ്റൊരു വിസ്മയമാണ്. പിണറായി ഭരണത്തിൽ UDFനെ ഉപദ്രവിക്കുകയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ ആവശ്യപ്രകാരം എല്ലാ തോന്നിവാസവും അഴിച്ചുവിടുകയും ചെയ്ത ചീഫ് സെക്രട്ടറി ജയതിലക് അടക്കമുള്ളവരുടെ എല്ലാ രഹസ്യങ്ങളും ഈ ജോലിയിലെടുത്ത 2 ഉദ്യോഗസ്ഥരുടെയും കൈകളിലുണ്ട്. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഈ 2 പേരെയും നിയമിക്കുകയും നടത്തിയ ക്രമക്കേടിനെ പൊക്കിയെടുക്കാനുമാണ് ഇനി സതീശൻ്റെ പരിപാടി. ഇടത് സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ട് മുൻപ് അശോകിനെ സസ്പെൻഡ് ചെയ്തത്. എങ്കിൽ 2 വർഷമായി പുറത്തുള്ള പ്രശാന്ത് നേരിട്ടത് 9 സസ്പെൻഷനാണ്. സർക്കാർ നയങ്ങളെയും ഉന്നത ഉദ്യോഗസ്ഥരുടെ നടപടികളെയും ഒക്കെ വിമർശിക്കാൻ ഒരു മടിയും കാണിക്കാത്ത ട്രാക്ക് റെക്കോർഡാണ് അശോകിനും കലക്ടർ ബ്രോ പ്രശാന്തിനുമുള്ളത്. അതോടെ പിണറായി സർക്കാരിൻ്റെ കണ്ണിലെ കരടായി സീനിയർ ഉദ്യോഗസ്ഥൻ അശോകിനെ സസ്പെൻഡ് ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുൻപാണ്. തുടർഭരണം ഫാസിസത്തിലേക്ക് നയിക്കുമെന്ന മാധ്യമങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വിമർശനം കാരണം ഉത്തരവ് മേശപ്പുറത്ത് കിടക്കട്ടെ, കാവൽ സർക്കാരിൻ്റെ നടപടിക്ക് നിയമസാധുതയൊന്നും ഇല്ല എന്നായിരുന്നു അശോക് IAS പ്രതികരിച്ചത്. ഖേര പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതോടെ കൃഷി വകുപ്പിൽ നിന്ന് അശോകിനെ ആദ്യം സ്ഥലം മാറ്റി. KTDFC CMD, തദ്ദേശ കമ്മീഷണർ, ഉദ്യോഗസ്ഥ ഭരണവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങി പല അപ്രധാന വകുപ്പുകളിലേക്കുമുള്ള മാറ്റങ്ങളെ അശോക് ട്രൈബ്യൂണലിൽ പോയി തടഞ്ഞതാണ്. എന്നാൽ പിണറായി വിജയൻ്റെ വിശ്വസ്തനും ചീഫ് സെക്രട്ടറിയുമായ ജയതിലകിൻ്റെ പ്രത്യേക വൈരാഗ്യമാണ് പ്രശാന്ത് സമൂഹമാധ്യമങ്ങളിൽ കലക്ടർ ബ്രോ എന്നറിയപ്പെട്ട സമയത്ത് പോലും വലിയ തിരിച്ചടി നൽകിയത്. അച്ചടക്ക നടപടികളെ ട്രോളിറക്കി മറുപടി നൽകുന്നതാണ് രീതി. പലവട്ടം നടപടി നേരിട്ടു. ഒടുവിൽ ചീഫ് സെക്രട്ടറിയെ തന്നെ വിമർശിച്ചതിന് വലിയ നടപടി വന്നു. 9 തവണ സസ്പെൻഷനിലായി. ഹിയറിംഗ് ലൈവ് സ്ട്രീം നടത്തണമെന്ന് വരെ അദ്ദേഹം ആവശ്യപ്പെട്ടതാണ്. അനഭിമുഖമായ കാര്യങ്ങളിലെ തുറന്നടിക്കൽ പതിവ് പല കോൺഗ്രസ് നേതാക്കളും ചൂണ്ടിക്കാട്ടിയെങ്കിലും ഇരുവരെയും തിരിച്ചെടുക്കാൻ തീരുമാനിച്ചതിനി മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ പ്രധാനികളായി സർക്കാരിൻ്റെ വിവിധയിടങ്ങളിൽ ഇവരെ നിയമിക്കുക തന്നെ ചെയ്യും. അതോടെ കഴിഞ്ഞ തവണത്തെ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ എല്ലാ രഹസ്യങ്ങൾ ഇവർ പൊക്കുമെന്നും അതാണിനി കാണാൻ പോകുന്നത് എന്നും സതീശൻ തന്നെ സൂചന നൽകുകയാണ്.